ചന്ദ്രശേഖരനെ കുലം കുത്തിയെന്ന് 51 വെട്ടി കൊന്ന ശേഷവും വിളിച്ചവർ കേരളത്തിലുണ്ട്. ടിപിയുടെ വേദനയിൽ കരഞ്ഞു തളർന്ന കെ രമയെ ആശ്വസിപ്പിക്കാൻ VS അച്യുതാനന്ദൻ നേരിട്ടെത്തിയതിലും ഉണ്ടായിരുന്നു ആ ഗൂഢാലോചനയുടെ ആഴം. അതാണ് ഹൈക്കോടതിയുടെ വിധിയിലും നിറയുന്നത്. നെയ്യാറ്റിൻകര ഉപതിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രതിയോഗിയെ വെട്ടിനുറുക്കിയാൽ അത് മറ്റാരുടെയെങ്കിലും തലയിൽ വരുമെന്ന അതിബുദ്ധിയിൽ നിറഞ്ഞ ഗൂഢാലോചന. ടിപിയെ കൊന്ന രാത്രി കണ്ണൂരിലെ ഒരു നേതാവിന്റെ മൊബൈലിൽ നിന്നും സക്സസ് എന്ന സന്ദേശം തിരുവനന്തപുരത്താണ് എത്തിയത്. ഈ സന്ദേശത്തിലേക്ക് അന്വേഷണം പോയില്ല. അതിനു പിന്നിൽ പല രാഷ്ട്രീയ അട്ടിമറികളും കേട്ടു. CBI അന്വേഷണം വേണമെന്ന രമയുടെ ആവശ്യവും ഇതുവരെ ആരും അംഗീകരിക്കപ്പെട്ടില്ല. TP ചന്ദ്രശേഖരന്റെ വധക്കേസിലെ കുറ്റപത്രത്തിന്റെ അവസാന വാചകത്തിൽ തന്നെ ഇനിയും ഗൂഢാലോചന പ്രതികളുണ്ടായെന്നും അത് അന്വേഷിക്കണമെന്നും വിശദീകരിക്കുന്നു. ചന്ദ്രശേഖരനെ 56 വെട്ടിന് കൊന്ന എല്ലാവരും ഗുണ്ടകളായിരുന്നു. അവർക്ക് TPയെ അറിയുക പോലുമില്ല. അവരുമായി ഒരു പ്രശ്നവും ഒഞ്ചിയത്തെ സഖാവിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ CPMൽ നിന്ന് പിണങ്ങി RMB ഒഞ്ചിയത്തെ ഇടതുപക്ഷ മനസ്സിനെ പിടിപ്പിച്ച ചന്ദ്രശേഖരനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം തന്നെയായിരുന്നു ആ കൊലയിൽ നിറഞ്ഞത്. അത് ഹൈക്കോടതി അംഗീകരിക്കുന്നതിന് തെളിവാണ് കെ കൃഷ്ണന്റെയും ജ്യോതിബാബുവിന്റെയും ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സംസ്ഥാനതല ഗൂഢാലോചന ഈ കേസിൽ ഉണ്ടായിരുന്നുവെന്നത് വ്യക്തമാണ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി ഗൂഢാലോചന നടന്നു. സംശയം തോന്നാതിരിക്കാനും പ്രതികൾക്ക് അതിവേഗം രക്ഷപ്പെടാനുമാണ് കണ്ണൂരിലെ ഗുണ്ടകളെ കൃത്യം ഏൽപ്പിച്ചത്. ഇതിനു പിന്നിൽ കുഞ്ഞനന്തന്റെ ബുദ്ധിയായിരുന്നു. എല്ലാം ഏകോപിപ്പിക്കാൻ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും മറ്റു ചില നേതാക്കളും ഉണ്ടായിരുന്നു. അന്ന് രാത്രി തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം ഉണ്ടായിരുന്നുവെന്നാണ് രാഷ്ട്രീയക്കാർക്കിടയിലെ സംസാരം. ഈ കൺട്രോൾ റൂമിലെ പ്രധാനിയെ തേടിയെത്തിയതാണ് അന്ന് രാത്രി സക്സസ് എന്ന മെസ്സേജ് മൊബൈൽ എത്തിയതെന്ന കഥ. ഓപ്പറേഷൻ സക്സസ് ആയതിന് തെളിവാണ് ഈ സന്ദേശമെന്ന വിലയിരുത്തലാണ് ഈ ആരോപണം ഉണ്ടാക്കിയത്. എന്നാൽ ഈ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം എത്തിയില്ല. ഇനി ഉണ്ടാകുമോ എന്നതും നിർണായകമാണ്. കോടതി ഇടപെടൽ ഇതിനും അനിവാര്യമാണ്. ഏതായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടികളിൽ പുതുനീതി നടപ്പാക്കുമെന്ന സൂചനകളുണ്ട്. പ്രതികളുടെ മാനസിക ശാരീരിക നിലയിൽ പരിശോധന വേണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നു. ശിക്ഷാവിധി ഉയർത്തുന്നത് കോടതി ഗൗരവത്തോടെ പരിഗണിക്കുന്നതിന് തെളിവാണിത്. 12 പ്രതികൾ ശിക്ഷയ്ക്കെതിരെ നൽകിയ അപ്പീലും പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ അപ്പീലും CPM നേതാവ് P മോഹൻ അടക്കമുള്ളവരെ കേസിൽ വെറുതെ വിട്ടതിനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമ MLA നൽകിയ അപ്പീലുമാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. നേരത്തെ വിചാരണ കോടതി 12 പേരെയാണ് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത്. ഇവരുടെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതികൾ ഹൈക്കോടതിയിലെത്തിയത്. എന്നാൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. 26-ന് ഈ ആവശ്യത്തിലാണ് പ്രതികളുടെ സാന്നിധ്യത്തിൽ വാദം കേൾക്കുന്നത്. അന്നത്തെ കോടതി നടപടികൾ നിർണായകമായി മാറും. ഇതോടൊപ്പം TP ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമയും ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. അതിൽ P മോഹൻ അടക്കം വെറുതെ വിട്ട 24 പേരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽപ്പെട്ട 2 CPMകാരെയാണ് കൂടുതലായി ഹൈക്കോടതി ശിക്ഷിക്കുന്നത്. കെ കൃഷ്ണൻ ഒഞ്ചിയം ഏരിയയിലെ പ്രധാന നേതാവായിരുന്നു. ജ്യോതിബാബു പ്രധാനപ്പെട്ട മുഖവും. ഒഞ്ചിയം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന CH അശോകനും പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു. വിചാരണയ്ക്കിടെ അശോകൻ മരിച്ചു. അതുകൊണ്ട് തന്നെ ശിക്ഷിച്ചതുമില്ല. 2012 മെയ് 4-നാണ് RMB സ്ഥാപക നേതാവ് TP ചന്ദ്രശേഖരനെ വടകര വള്ളിക്കോട് വച്ച് അക്രമി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. CPMൽ നിന്ന് വിട്ടുപോയി സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയ ചന്ദ്രശേഖരനോടുള്ള പക വീട്ടുന്നതിന് CPMകാരായ പ്രതികൾ കൊലപാതകം നടത്തിയെന്നാണ് കേസ്. ഈ സാഹചര്യത്തിൽ 2 പേരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി റദ്ദാക്കുകയും ചെയ്തു. കെ കൃഷ്ണൻ, ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ടതാണ് റദ്ദാക്കിയത്. പ്രതികളായ MC അനൂപ്, കീർമാണി മനോജ, കൊടിസുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത, K ഷിനോജ, KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ, CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ, വായപ്പടച്ചി റഫീഖ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ ലംബു പ്രദീപിന് 3 വർഷം കഠിന തടവും വിചാരണ കോടതി 2014-ൽ ശിക്ഷ വിധിച്ചിരുന്നു.